ശ്രീ കെ വി തോമസിന്റെ കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന പുസ്തകം ഇന്നലെയാണ് പ്രകാശനം ചെയ്തത്. ആ പുസ്തകത്തിലെ ഒരധ്യായം അതിൽ പത്മജയ്ക്ക് സീറ്റ് നിഷേധിച്ചത് ലീഡറും സോണിയാഗാന്ധിയും തമ്മിൽ അകലാൻ ഇടയാക്കി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായും ചർച്ചയ്ക്ക് വഴിവെച്ചു. അതിൽ പത്മജ അവരുടെ ഭാഗം പറഞ്ഞു. അതിൽ നമ്മളോടൊപ്പം ശ്രീ കെ വി തോമസ് ചേരുകയാണ്. അതായത് അങ്ങ് പറഞ്ഞ, അതായത് 2001 പത്മജയെ മത്സരിപ്പിക്കണമെന്ന് ലീഡർ ആഗ്രഹിച്ചു, അത് നടക്കാതെ പോകുന്നു, അപ്പോൾ ഒരു അകൽച്ച വലുതാകുന്നു എന്നൊരു ഭാഗം അതിലുണ്ട്. അതിൽ പത്മജ പറയുന്നത് അത് ശരിയല്ല, അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. എന്താണ് അങ്ങ്? ഞാൻ രാവിലെ പത്മജയോട് സംസാരിച്ചു, എന്നെ വിളിച്ചിരുന്നു. ഇന്നലെ പുസ്തകം പറഞ്ഞ പത്മജയെ വിളിച്ചു. ക്ഷണിച്ചിരുന്നു, അതിൻ്റെ ഇൻവിറ്റേഷനിലുണ്ടായിരുന്നു. അതിൽ പ്രസംഗിക്കേണ്ട ഒരാൾ. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, പത്മജയെ വായിച്ചു നോക്കണം, കാരണം ഇത് 400 പേജുള്ള. പിന്നെ ഇത് പുതുതായിട്ട് വന്ന ഒന്നുമല്ല. കഴിഞ്ഞ 2.5 വർഷമായി കലാകൗമുദി ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ വന്നിരുന്ന കാര്യങ്ങളാണ്. അത് സണ്ണിക്കുട്ടിച്ചായ ഒന്ന് കമ്പൈൽ ചെയ്തു, അത്രമാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, ആദ്യം ആ പുസ്തകം ഒന്ന് വായിക്കണം. അതിനൊരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റ് കണ്ടാൽ ഇതൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ 2 ഫോട്ടോ ലീഡർ എന്നെ ബ്ലെസ് ചെയ്യുന്നതാണ്. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ലീഡറെ തലയിൽ കൈവച്ച് ബ്ലെസ് ചെയ്യുന്നതാണ്. എനിക്ക് ആ കുടുംബമായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഞാൻ പറയുമ്പോൾ ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഞാൻ ഡെയിലി ഡയറി എഴുതുന്ന ആളാണ്. ഇപ്പോൾ ഈ 4 മുതൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 5 വർഷത്തിന് ശേഷം ഞാനിത് പ്രസിദ്ധീകരിക്കുമ്പോൾ ഞാൻ എന്തോ തട്ടിപ്പ് വെട്ടിപ്പ് എന്ന് പറഞ്ഞാൽ പറ്റൂ. മാത്രമല്ല, അങ്ങയുടെ ബോധ്യത്തിലുള്ള അനുഭവങ്ങളും വസ്തുതകളും സത്യമായി പറഞ്ഞു. അതൊരു വേറെ പശ്ചാത്തലം കൂടിയുണ്ട്. അതുപോലെ അത് ഇമോഷണലാണ്. ഞാൻ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എപ്പോഴാണ്? എനിക്ക് 80 വയസ്സാകുമ്പോഴാണ്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഇതെല്ലാം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ കുമ്പളങ്ങി പറഞ്ഞു, ഞാൻ ഈ മണ്ണിലാണ് ജനിച്ച് വീണത്, ഈ മണ്ണിലേക്ക് ഞാൻ തിരിച്ചു വരും. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെയാണ് അന്ത്യം ഉറങ്ങുന്നത്. ഞാൻ അവരോടൊപ്പം വരും. അപ്പോൾ ഞാൻ ഏതെങ്കിലും സമയത്ത് പറയേണ്ട കാര്യങ്ങൾ, അതാണ് ഞാൻ ഈ പുസ്തകത്തിൽ. എനിക്കല്ല ആരെയും വേദനിപ്പിക്കാൻ, ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരാളെപ്പോലും വേദനിപ്പിച്ചിട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പലരും, പക്ഷേ അവരോടൊന്നും തല്ലുപിടിക്കാനോ വൈരാഗ്യത്തിനോ പോയിട്ടില്ല. അതേ ഞാനിതിൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രാവിലെ, പത്മജയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ സോറി. പക്ഷേ ഇത് പുതിയൊരു കാര്യമല്ല, ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്, ഞാൻ ഡയറിയിൽ എഴുതി വെച്ച കാര്യങ്ങളാണ്. പിന്നെ അപ്പുറത്ത് എവിടെയാണ് അത് മാത്രം. ഇത് ഒന്ന് വായിക്കണ്ടേ? ആ പുസ്തകത്തിലൊരു മെസ്സേജ് ഉണ്ടല്ലോ, അത് എത്രയോ കാര്യങ്ങളാണ്. അത് ഞാനിന്ന് ഓർക്കുന്നുണ്ട്, സോണിയ ദ ബിലവഡ് ഓഫ് ദ മാസ്റ്റേഴ്സ്, ഞാൻ ഇംഗ്ലീഷിലൊരു പുസ്തകം, സോണിയ പ്രിയങ്കരി തന്നെ. അതിൻ്റെ ദ മാൻ ഹൂ സ്റ്റാബ്ഡ് ഫ്രം ബിഹൈൻഡ് എന്ന ചാപ്റ്റർ ഉണ്ട്. അത് ആരെക്കുറിച്ചാണ്? ശരത് പവാറിനെ കുറിച്ചാണ്. അന്ന് അദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്റർ, ഞാൻ സ്റ്റേറ്റ് മിനിസ്റ്ററുമാണ്. പക്ഷേ ഞാനതിൽ എഴുതി, അന്ന് സോണിയാഗാന്ധിയെക്കെതിരായിട്ട് CWSൽ ശബ്ദമുയർത്തിയത് പവാറാണ്. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. അത് ഞാൻ എഴുതണ്ടേ? പവാർ ഇന്നും ഞാൻ, അതാണ് മാന്യത. ഈ ഭാഗം വായിച്ച ശേഷമാണോ പത്മജ വിളിച്ചത്? എനിക്കറിയത്തില്ല, അതെനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ പുസ്തകം തന്നെ വായിക്കട്ടെ. അങ്ങനെയാണല്ലോ ഇതൊരു മെസ്സേജ് അയക്കുന്ന പുസ്തകമല്ലേ. നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലെ പല കാര്യങ്ങൾ ഞാനതിങ്ങനെ എല്ലാം ഹൈഡ് ചെയ്യണോ? അങ്ങനെ ഹൈഡ് ചെയ്താൽ പിന്നെ ഇത് എഴുതണം എന്തിനാ? എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ, ഞാൻ കണ്ട കാര്യങ്ങൾ, ഞാൻ ഡയറിയിൽ എഴുതിയ കാര്യങ്ങൾ, ഞാൻ പലപ്പോഴും പ്രസിദ്ധീകരിച്ച കാര്യങ്ങൾ, അന്നൊന്നും ആർക്കും ഒബ്ജക്ഷൻ ഇല്ല. ഇന്ന് പത്മജ കൂടുതൽ ഒഫൻഡഡ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ പ്രതികരണത്തിൽ അങ്ങനെയാണ്, കൂടുതൽ പറയിപ്പിക്കരുത് എന്ന മട്ടിലൊക്കെയാണ്. അല്ല, അതെന്ത് വേണമെങ്കിലും പറയാം, എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ. സ്വാതന്ത്ര്യം ഞാൻ ആരുടെയും ഹനിച്ചിട്ട്. ഞാൻ പറയുന്നത് ആ കുടുംബത്തോട് ബന്ധമുള്ള ആളാണ് ഞാൻ. പിന്നെ പത്മജയ്ക്ക് എന്താ അഭിപ്രായം പറയാം? പത്മജയുടെ ആർക്കും പറയാം, എനിക്കും പറയാം. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, എഴുതി വെച്ച കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ. ആ ലീഡറെ ഒപ്പം ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ ഒപ്പം ഒരുപാട് കാലം ഉണ്ടായിരുന്നല്ലോ, അതിന് ഇപ്പോൾ പറയുമ്പോൾ വിഷമമുണ്ട്. അത് കഴിഞ്ഞ ശേഷം മാറിപ്പോണല്ലോ. കഴിഞ്ഞ 2.5 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ, കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ വന്നതല്ലേ. ഈ പുസ്തകത്തിൽ വരുന്നതിന് ഇതെല്ലാം മാധ്യമങ്ങളിൽ വന്നതല്ലേ. ആ ഒരാൾ പോലും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടില്ല ഇതിലിന്നത് ശരിയല്ല എന്ന്. ഇപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോഴല്ലല്ലോ പറയേണ്ടത്. അപ്പോൾ ഇവരൊന്നും ഇതൊന്നും വായിക്കുന്നില്ലേ, ഇതൊന്നും കേൾക്കുന്നില്ലേ? എനിക്കതേ പറയാനുള്ളൂ, ഞാനെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞു പലരെയൊക്കെ വിഷമമുണ്ട്, സോറി. പക്ഷേ ഞാനീ പറഞ്ഞതെല്ലാം ഞാൻ എഴുതി വെച്ച കാര്യങ്ങൾ, ഞാൻ പ്രസിദ്ധീകരിച്ച കാര്യങ്ങൾ, അതാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. മറ്റ് പല കോൺട്രവേഴ്സികളും അങ്ങ് അതേപോലെ ജസ്റ്റ് പരാമർശിച്ചു പോകുന്നുണ്ട്. ഞാൻ ആ പുസ്തകം ഒന്ന് ഓടിച്ചു നോക്കിയപ്പം പാമോലിൻ പരാമർശിക്കുന്നുണ്ട്. അതിനുശേഷം ഉണ്ടായ പലതരം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടായ കയറ്റിറക്കങ്ങൾ, പല കേസ് പറയുന്നുണ്ട്. അപ്പോൾ അതിലും ലീഡറൊക്കെയല്ലേ ഡിഫെൻഡ് ചെയ്തിരിക്കുന്നത്. പാമോയിൽ കേസിൽ സത്യം ഞാൻ പറഞ്ഞപ്പോൾ മറ്റു പലർക്കും കൊണ്ടിട്ടില്ലേ അത്?
അപ്പോൾ ഞാൻ അവർക്കെതിരാണോ? ചാരക്കേസിൻ്റെ കാര്യത്തിൽ ലീഡർ അനുഭവിച്ച ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞില്ലേ? പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ലീഡർക്കെതിരാണ്, പത്മജയ്ക്കെതിരാണ്, മുസ്ലിക്കെതിരാന്ന് പറയുന്നത് അർത്ഥമുള്ളത്. അതുകൊണ്ട് ഞാൻ ആ പുസ്തകം മുഴുവൻ വായിക്കണം, വായിച്ച് അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളണം. ഞാൻ ആർക്കും എതിരല്ല, പക്ഷേ ഞാൻ കണ്ട കാര്യങ്ങൾ അത് ഞാനിപ്പോൾ ഈ 80ാമത്തെ വയസ്സിൽ ഞാൻ എഴുതി. പിന്നെ ഇത് കച്ചവടമല്ല, ഞാൻ പുസ്തകം വെക്കുന്ന ആളല്ല. ഞാൻ പ്രസിദ്ധീകരിച്ച് എൻ്റെ സുഹൃത്തുക്കൾ കൊടുക്കും, അത്രേ പ്രസിദ്ധീകരിക്കാറുള്ളൂ. അല്ലാതെ എനിക്ക് പിന്നെ പുസ്തകം വെച്ചുള്ള കച്ചവടമൊന്നുമില്ല. ഈ പുസ്തകം വിൽക്കുന്നതല്ല. വളരെ നന്ദി. അതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതായത് കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന പുസ്തകത്തിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം സ്വാഭാവികമായി ഇടം പിടിക്കും. കാരണം അതിൻ്റെ കൂടി ദൃക്സാക്ഷിയായിരുന്നല്ലോ അദ്ദേഹം. അപ്പോൾ തൻ്റെ ബോധ്യത്തിലും അനുഭവത്തിലും ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയും ആ പുസ്തകത്തിലുള്ളൂ എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. നവാസിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.